നമസ്കാരം. ഞാൻ നോബർട്ട് എ പി, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകൻ, സ്വദേശം തിരുവനന്തപുരം. സഹൃദയരെ, സംഘടനയുടെ പേരിൽ ഗുജറാത്ത് വെരാവലിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച 2-3 വീഡിയോകൾ നാം കണ്ടു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ വീഡിയോയും. ഗുജറാത്തിൽ വെരാവലിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അത് താല്പര്യമുള്ളവർ മാത്രം ഇത് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോകാം വീഡിയോയിൽ. ആദ്യ വീഡിയോയിൽ പറഞ്ഞ ലേബർ സമരത്തെ തുടർന്ന് വെരാവൽ GDCയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. കമ്പനികളിൽ ലേബർ ചെക്കിങ്ങിനായി ലേബർ ഓഫീസർമാർ വരും. എന്നാൽ അവർ പ്രോപ്പറായ ലേബർ ചെക്കിംഗ് യാതൊന്നുമേ നടത്താറില്ല. അതിനാൽ ഞാൻ സംഘടനയ്ക്ക് ലേബർ ചെക്കിംഗ് നടത്തുവാനുള്ള അനുമതിക്കായി കേരളത്തിൻ്റെയും ഗുജറാത്തിൻ്റെയും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് അനുമതിക്കായി ലെറ്റർ അയച്ചു. അതിന് മറുപടി ലഭിക്കുകയും ചെയ്തു. ലേബർ ചെക്കിങ്ങിനായി സംഘടനയ്ക്ക് ആരുടെ അനുമതി വേണ്ട, നിങ്ങൾക്ക് നടത്താവുന്നതാണ്. എന്നാൽ നിങ്ങൾ നടത്തിയതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്കും കൂടി തരണം എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. കമ്പനികളിൽ സംഘടനയുടെ പേരിൽ ഞാൻ ലേബർ ചെക്കിംഗ് നടത്തിയിരുന്നു. എന്നോടൊപ്പം പത്രക്കാരും ക്യാമറയുമായി വരുമായിരുന്നു. ഈ പത്രവാർത്ത കാണുക. ഒരു ഹോളി ഉത്സവ ദിവസം 5-6 ഗുജറാത്തി പയ്യന്മാർ 13 മലയാളി പെൺകുട്ടികളെ ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് മദ്യം നൽകി നഗ്നരാക്കി ശരീരമാസകലം പല കളറുകൾ പൂശി അവരെ നഗ്നനൃത്തം ചെയ്യിപ്പിച്ചു. അവർക്കൊപ്പം ഈ ആൺകുട്ടികളും കൂടി. ഈ വാർത്ത ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, എന്നാൽ അതിൻ്റെ പത്രവാർത്ത കാണിച്ചിട്ടില്ലായിരുന്നു. അത് ഈ ഫോട്ടോ കാണുക. വെരാവൽ GDC ഏരിയയിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൻ്റെ അവസ്ഥയാണ്. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെപ്പറ്റി പത്രക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഭയമാണ്. കാരണം ഗുണ്ടായിസമാണ്. അവ റിപ്പോർട്ട് ചെയ്താൽ പിറ്റേന്ന് അവർക്ക് അവരുടെ പത്രം നടത്താൻ സാധിക്കില്ല. ഇത് പത്രക്കാരെന്നോട് പറഞ്ഞ കാര്യമാണിത്. റോഡിൻ്റെ അവസ്ഥയുടെ ഫോട്ടോ ഞാൻ നേരിട്ടെടുത്ത ചിത്രമാണ്. ജയ്ഹിന്ദ് പത്രത്തിൽ ഈ ന്യൂസ് വന്നു. അതിനെ തുടർന്ന് മറ്റെല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരികയും, ഇത് എൻ്റെ പേരിലാണ് ഈ വാർത്ത വന്നത്. ഈ പത്രവാർത്ത കാണുക. ഗുജറാത്തിൽ പശുക്കളുടെ ഫ്രീ സ്റ്റൈൽ ലൈഫ്. ഗുജറാത്തിൽ മാത്രമേ ഇത് കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുജറാത്തിലെ ജനങ്ങളുടെ ദൈവമാണ് പശുക്കൾ. അതിനാൽ പശുക്കളെ കെട്ടിയിട്ട് വളർത്താറില്ല. ആ ദൈവങ്ങൾ റോഡ് മുഴുവൻ പിടിച്ചടക്കുന്നു. അതിനാൽ അനവധി അപകടങ്ങൾ അവിടെ നിത്യസംഭവമാണ്. അത് അവസാനിപ്പിക്കുവാൻ വേണ്ടി കെട്ടിയിടാത്ത പശുക്കളെ നഗരപാലിക പിടിച്ചു കെട്ടി ഉടമയിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഞാൻ വെരാവൽ നഗരപാലികയ്ക്ക് കത്ത് നൽകി. എന്നാൽ അതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. കാരണം ജനങ്ങൾ അങ്ങനെയാണ്. ഈ പശുക്കളെപ്പറ്റി കൂടുതൽ പറയുവാനുണ്ട്. അത് നീണ്ടുപോകുന്നതിനാൽ ഇവിടെ മറ്റൊരവസരത്തിൽ പറയുന്നതായി. ഈ പത്രവാർത്ത കാണുക. ജാതി മത വർഗീയ അനാചാര അന്ധവിശ്വാസങ്ങളുടെ ഈറ്റില്ലമാണ് ഗുജറാത്ത്. അതിനെ ഒന്ന് മയപ്പെടുത്തി മതസൗഹാർദ്ദ ഐക്യം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തിൽ സ്കൂൾ കോളേജ് കുട്ടികളെയും അധ്യാപകരെയും അണിനിരത്തി വെരാവൽ സിറ്റി മുതൽ സോംനാഥ് പാട്ടൺ വരെയും അവിടെ നിന്ന് തിരികെ വെരാവൽ വരെയും 65ഓളം കിലോമീറ്റർ ജാതി മത സൗഹാർദ്ദ ഐക്യ പ്രചരണ സൈക്കിൾ റാലി നടത്തുകയുണ്ടായി. അതാണ് ഈ ഫോട്ടോകൾ. വെരാവൽ ബിഡിയയിലെ സമുദ്രതീര പ്രദേശത്തുള്ള
ഒരു പേ സെൻറ്റർ എന്നറിയപ്പെടുന്ന പ്രൈമറി സ്കൂളിൻ്റെ പത്രവാർത്ത കാണുക. ഈ സ്കൂളിൻ്റെ അവസ്ഥയെപ്പറ്റി നാട്ടുകാർ എന്നോട് പറയുകയും അതൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞ പ്രകാരം ഞാൻ അവിടെ ചെല്ലുകയും, ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഹെഡ് മാസ്റ്റർ ഇല്ലായിരുന്നു. അധ്യാപകന്മാരോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഒന്നിനും മറുപടി പറയാൻ തയ്യാറായില്ല. അവർ ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. അവർ ഗുജറാത്തി ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. ശരി, ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അതിനും എന്നെ അവർ തടഞ്ഞു. എന്നാലും ഞാൻ ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ കാണുന്നത് പോലെ പന്നി ക്ലാസ് റൂമുകളിലും കിച്ചണിലും യഥേഷ്ടം ഓടിച്ചാടി നടക്കുന്ന പന്നികളെ കാണാം. മേൽക്കൂര പൊട്ടിപ്പൊളിഞ്ഞ് ഓടുകളില്ലാത്ത അവസ്ഥ. മഴ പെയ്താൽ മഴ മുഴുവൻ ക്ലാസ് റൂമിൽ പതിക്കുന്ന അവസ്ഥ. അത് ഫോട്ടോ സഹിതം വിദ്യാഭ്യാസ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മറ്റുമെല്ലാം ഞാൻ കത്തയക്കുകയുണ്ടായി. അതിന് മറുപടി ഉണ്ടായില്ല. എന്നാൽ പക്ഷെ നടപടി ഉണ്ടായി. ഉടൻ തന്നെ അതിന് നടപടി ഉണ്ടാവുകയും ചെയ്തു. വിഡിയ പേ സെൻറ്റർ സ്കൂളിൻ്റെ പത്രവാർത്ത കണ്ടിട്ട് വെരാവൽ സിറ്റിയിലുള്ള കുറേ പേർ എന്നോട് 2200 ആൺകുട്ടികൾ പഠിക്കുന്ന വെരാവൽ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവസ്ഥ വന്ന് പോയി കാണണം എന്ന് എന്നോട് പറഞ്ഞ പ്രകാരം ഞാനവിടെ പോയി നേരിട്ടെടുത്ത ഫോട്ടോയാണ് കണ്ടത്. വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഈ കെട്ടിടം. ചുവരുകൾ അടർന്ന് വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ ചുവരിൽ നിന്നും കോൺക്രീറ്റ് കമ്പികൾ കാണുന്ന അവസ്ഥ. മൂന്ന് റൂമുകൾ PWD സീൽ ചെയ്ത അവസ്ഥയിലും ഈ അപകട അവസ്ഥയിലും അവിടെ തന്നെ ആ സ്കൂളിൽ തന്നെ അധ്യാപനം തുടരുന്ന അവസ്ഥ. കുട്ടികൾക്ക് കുറച്ച് പേർക്ക് ഇരിക്കുവാൻ ബെഞ്ചുണ്ട്, കുറച്ച് പേർക്ക് ഇരിക്കാൻ ബെഞ്ചില്ല. കുറച്ച് പേർ തറയിലിരിക്കുന്നു, കുറച്ച് പേർ ബെഞ്ചിലിരിക്കുന്നു. അധ്യാപകന് ടേബിൾ ഉണ്ടെങ്കിൽ ചെയറില്ല, ചെയറുണ്ടെങ്കിൽ ടേബിളില്ല. ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുവാൻ ആ നാട്ടിലെ ജനങ്ങളും കുട്ടികളുടെ മാതാപിതാക്കളും ഒന്നടങ്കം പല പ്രാവശ്യം അവിടെ സമരം ചെയ്തു. എന്നിട്ട് അതിന് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. അതിനാൽ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാണ് നാട്ടുകാരുടെ പരാതി. അതിന് പ്രകാരം ഞാൻ ഫോട്ടോ സഹിതം വിദ്യാഭ്യാസ മന്ത്രി ആനന്ദീബെൻ പട്ടേലിനും മുഖ്യമന്ത്രിക്കും മറ്റുമെല്ലാം ഞാൻ കത്തയച്ചു. എന്നാൽ അതിന് മറുപടി ഉണ്ടായില്ല. അത് കാരണം അവിടുത്തെ മെയിൻ റോഡ് ബന്ദ് സമരം ഞാൻ പ്രഖ്യാപിച്ചു. സമരത്തിൻ്റെ സ്വഭാവം ആ സ്കൂളിൽ പഠിക്കുന്ന 2200 കുട്ടികളെയും റോഡിൽ നിരത്തി കിടത്തി ബന്ദ് സമരം നടത്തും എന്നായിരുന്നു എൻ്റെ പ്രഖ്യാപനം. ഈ സമരത്തിൻ്റെ സീരിയസ്നെസ്സും ഗൗരവവും മനസ്സിലാക്കിക്കൊണ്ട് ആ സമര ദിവസം ഓഫീസർമാർ അവിടെ എത്തുകയും MLA അടക്കം എത്തുകയും ഉടൻ തന്നെ ഈ മറ്റൊരു പുതിയ സ്കൂൾ പണിയുന്നതാണ് എന്ന് അവർ ഒരു അഷുറൻസ് തന്നു. അപ്പോൾ അതിനെ തുടർന്ന് സമരം വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചു. പത്രവാർത്തയാണ് നാം കണ്ടത്. വെരാവൽ ബോയ്സ് ഹൈസ്കൂളിൻ്റെ പത്രവാർത്ത കണ്ടിട്ട് പാട്ടൺ സ്വദേശികളായ കുറച്ച് പേർ എന്നെ കാണാൻ വന്നു. അവരെന്നോട് പറഞ്ഞത് ഈ സ്കൂളിൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്ററും. അതിനു വേണ്ടിയും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് നടത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട പ്രകാരം ഞാനവിടെ പോകുകയും അതിൻ്റെ ഫോട്ടോകൾ നേരിട്ടെടുക്കുകയും ചെയ്തു. അവിടുത്തെ ഡോക്ടർ ഭദ്രസ
ഭദ്ര സാറും മറ്റ് എല്ലാ സ്റ്റാഫുകളും നല്ല സൗഹാർദ്ദപരമായ ഒരു സമീപനം എന്നോട് കാണിക്കുകയും ചെയ്തു. അതിൻ്റെ പത്രവാർത്തയും അതിൻ്റെ റിപ്പോർട്ട് ഞാൻ മന്ത്രിമാർക്കെല്ലാം അയക്കുകയും ചെയ്തു. എന്നാൽ അതിനും ഇതുപോലെ സമരം ചെയ്യേണ്ടി വന്നില്ല. അതിനും ഉടൻ തന്നെ നടപടിയുണ്ടായി. ഈ അവസ്ഥയിലുള്ള അനവധി കെട്ടിടങ്ങൾ ഗുജറാത്തിലുണ്ട്. സർക്കാർ ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെയും മൈൻഡ് ചെയ്യുന്നില്ല. ഇതാണ് അവസ്ഥ. ഇതിനെല്ലാം ഞാൻ ഓടി നടന്ന് പരിഹാരം ഉണ്ടാക്കിച്ചു. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.